ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് 10 ലിറ്റർ ഹാൻഡ് വാഷ് ആണ് കേട്ടോ. 3 ലിറ്ററിന്റെ ഹാൻഡ് വാഷിന്റെ വീഡിയോ ചെയ്തപ്പോ കുറെ പേര് ചേച്ചി 10 ലിറ്ററിന്റെ വീഡിയോ ഒന്ന് ചെയ്ത് കാണിക്കൂ എന്നുള്ളത്. അപ്പൊ നമ്മൾ മുന്നേ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് നിർബന്ധമായിട്ടും ഇനിയുടെ ഒരു വീഡിയോ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ട് ഇതേ നമ്മൾ 10 ലിറ്ററുടെ മേക്ക് ചെയ്യാനായിട്ട് പോവാണേ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിച്ചേക്കുക, അതുപോലെ തന്നെ കമന്റ് ബോക്സ് ഒക്കെ നിറച്ചിട്ട് നിങ്ങള്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ മേക്കിംഗ് കിറ്റ് വരുന്നത്. ഈ ഒരു ലിക്വിഡൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് 10 ലിറ്റർ മേക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ആഡ് ആയിട്ടുണ്ട്. ഇതിൽ നമ്പേഴ്സ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ഹാൻഡ് വാഷ് കിട്ടും കേട്ടോ. അപ്പൊ അതിനായിട്ടുള്ള വാട്ടർ ആണ് ഇനി നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ടൈം ഒന്നും കളയണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാൻ. ചട്ടപ്പടയെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോ കുറെ പേര് ലെങ്ത് കൂടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ലെങ്ത്തും ഇല്ലാതെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് വൈൻഡപ്പ് ചെയ്യാൻ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പൊട്ടിക്കലാണ്. അപ്പൊ ആദ്യം നമുക്ക് എല്ലാം പൊട്ടിച്ച് വെച്ചാലോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ അപ്പുറത്തെ വീട്ടിലെ മാവുമ്പോൾ ഒരു മൂവാണ്ടൻ മാങ്ങ താഴ്ത്ത് വീട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് പോയി കഴിച്ചതിന്റെ ഒരു ഇതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയ്ക്കല്ല, ഞാൻ മാങ്ങയിൽ പഴുത്ത മാങ്ങയിൽ ഉപ്പും മാങ്ങയൊക്കെ കൂടി ഒരു പിടി പിടിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ ഇനി നമുക്ക് 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ 1-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ 1-ാം നമ്പർ വരുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചേരം അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് പൊട്ടിക്കണം. അപ്പൊ നമുക്ക് 1-ാം നമ്പർ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല പഴുത്ത മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. അപ്പൊ ഈ സമയത്ത് മാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പഴുത്തതായാലും പച്ചയായാലും ഒക്കെ ഉപ്പും മുളകും കൂട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ വെക്കണം കേട്ടോ. എന്റെ പൊന്നെ, ഇതിന്റെ ഒരു ടേസ്റ്റ്, അതും കടിച്ച് കഴിക്കാനെങ്കിലോ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കാണാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സിലുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി. അത്രയും ആസ്വദിച്ചിട്ടാണ് നമ്മൾ മാങ്ങ കഴിച്ചത്. അപ്പോ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നല്ലോണം അലിയിപ്പിച്ചെടുക്കണേ. അപ്പൊ നമ്മുടെ 3 ലിറ്ററിന്റെ വീഡിയോ ചെയ്തപ്പോ എല്ലാവർക്കും 5 ലിറ്ററിന്റെയും അതുപോലെ തന്നെ 10 ലിറ്ററിന്റെ വീഡിയോ വേണം. അതിന്റെ മെറ്റീരിയൽസ് വേറെയാണ്, ഇതിന്റെ മെറ്റീരിയൽസ് വേറെയാണ് കേട്ടോ. അപ്പൊ 3 ലിറ്ററിന്റെ മെറ്റീരിയൽസ് വെച്ചിട്ടല്ല നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ലിക്വിഡ് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ മറ്റേതാണെങ്കിൽ നമുക്ക് നല്ലൊരു പേർലി ടൈപ്പിലാണ് കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മറ്റേതാണ്. ഇതും നല്ലത് തന്നെയാണ്, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഭംഗി കൂടുതലാ. നമ്മള് ഓട്ടോമാറ്റിക്കലി ഭംഗി കൂടുതലുള്ളതല്ലേ നമുക്ക് ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ ഗുണം രണ്ടിനും സെയിം തന്നെയാണ് കേട്ടോ ഹാൻഡ് വാഷിന്. അപ്പൊ നമുക്ക് ഇത് കുറച്ച് അലിയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതിട്ട് ഇങ്ങനെ ഇളക്കി 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 നമുക്കത് ഇതെല്ലാം കണ്ട യോജിപ്പിച്ചെടുക്കണം. അപ്പൊ ഇവനെ നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാം. അവ അവിടെ കൊടുത്ത് കിടന്ന് അലിയട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ബക്കറ്റിലേക്കാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു 5 ലിറ്റർ വാട്ടർ ഈ ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വലിയ ബക്കറ്റാണ് കേട്ടോ, നമ്മൾ ചെറിയ ബക്കറ്റിലല്ലേ ചെയ്യാറുള്ളത്. പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ബക്കറ്റ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ നമുക്ക് ഇതിലേക്ക് 5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് 5 ലിറ്റർ വെള്ളം ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓരോ നമ്പേഴ്സ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2, 3, 4, 5, 6, 7. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ബക്കറ്റിലേക്ക്. ഇനി നമുക്ക് ബാക്കിയുള്ള 2, 3, 4, 5, 6, 7 എത്ര ഐറ്റംസ് ഈ ബക്കറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 4-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. 5-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില ലിക്വിഡ് നല്ല തിക്കാണ്, ചില ലിക്വിഡ് നല്ല വാട്ടർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാ ലിക്വിഡ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ 6-ാം നമ്പർ ആണ് കേട്ടോ. ഇതാണ് 6-ാം നമ്പർ വരുന്നത്. അപ്പൊ 6-ാം നമ്പർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതില് കുറച്ച്
പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്പാച്ചുല വെച്ചിട്ട് മൊത്തമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ സ്പാച്ചുല നമുക്ക് എല്ലാ കാര്യത്തിനും യൂസ്ഫുൾ ആണ് കേട്ടോ. സ്പാച്ചുല ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലിക്വിഡ് ആണെങ്കിലും ഇങ്ങനെ വടിച്ചെടുക്കാം. നമുക്ക് ബോട്ടിൽ നിന്നായാലും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള പാത്രത്തിൽ നിന്നൊക്കെ ആണെങ്കിലും ഇങ്ങനെ വടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് മൊത്തം വടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്റെ പൊന്നേ, എന്തൊരു നല്ല മണം, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നല്ല മണാണ്. നമുക്ക് കളർ ആഡ് ചെയ്യാം കേട്ടോ. പിങ്ക് കളറാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ 8 നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള 1-ാം നമ്പർ നമുക്ക് ഈ മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേ നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ലിക്വിഡ്. നല്ല രീതിയിൽ നമ്മൾ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ മൊത്തം പതയാണിപ്പോ. ഇത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പതയൊക്കെ മാറി ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് അത് വരെ വെയിറ്റ് ചെയ്യാമേ. നമ്മുടെ ഹാൻഡ് വാഷിലെ പതയൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ണാടി പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ ഹാൻഡ് വാഷ് കിട്ടിയിട്ടുള്ളത്. നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല തിക്കാണ് നമ്മുടെ ഈ ലിക്വിഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിൽ ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്. അത്രയും തിക്നെസ് ഉള്ള അടിപൊളി സ്മെല്ലും അതുപോലെ ക്വാളിറ്റിയുള്ള നമ്മുടെ ഹാൻഡ് വാഷാണ് നമ്മളിവിടെ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 10 ലിറ്റർ ഹാൻഡ് വാഷാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 5 ലിറ്ററിൻ്റെ കിറ്റും 10 ലിറ്ററിൻ്റെ കിറ്റും 25 ലിറ്ററിൻ്റെ കിറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പിങ്ക് കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഹാൻഡ് വാഷിന് നല്ല സൂപ്പർ സ്മെല്ലാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം ഞാനിവിടെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ അതുപോലെ തന്നെ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലും 250 ml ബോട്ടിൽസിലേക്കുമാണ് നമ്മുടെ ലിക്വിഡ് നിറയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവയ്ക്കാനുള്ള ലിക്വിഡുകളാണ്. അപ്പോൾ നമുക്ക് ഓരോ ബോട്ടിൽസിലും നിറച്ച് ലാബിലൊക്കെ അടിച്ചിട്ട് നല്ല സുന്ദര കുട്ടപ്പാമാരാക്കി മാറ്റണം നമ്മുടെ ഹാൻഡ് വാഷുകളെ. നോക്കി എന്തൊരു ഭംഗിയാണ് നോക്കിയാൽ നമ്മുടെ ലാബിലൊക്കെ അടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹാൻഡ് വാഷുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. എനിക്ക് ഈ ഫൈനലായിട്ട് നമ്മുടെ വീഡിയോ ചെയ്ത് അവസാനം കാണാനാണ് കേട്ടോ ഇഷ്ടം. അത്രയും ഭംഗിയാണ് നമ്മുടെ ഓരോ ഐറ്റംസും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാനായിട്ട്. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഐറ്റംസും സെയിലായി പോകട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിറ്റുകൾ വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ലൈക്കും കമൻറ്റും ഒക്കെ നിറയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.